ബി.ജെ.പി. പ്രവർത്തകൻ വടക്കുംപാട് നിഖിൽ വധക്കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിനെത്തി സി.പി.എം. നേതാക്കൾ. സി.പി.എം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ, പി. ജയരാജൻ, പി. ദിവ്യ എന്നിവരാണ് ചടങ്ങിനെത്തിയത്. ടി.പി. കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി എന്നിവരും ചടങ്ങിനെത്തി. ടി.പി. കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ച് പി. ജയരാജൻ രംഗത്തെത്തുകയും ചെയ്തു. ബി.ജെ.പി. പ്രവർത്തകൻ വടക്കുംപാട് നിഖിൽ വധക്കേസ് ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ വീടിന്റെ ഗൃഹപ്രവേശനത്തിനാണ് സി.പി.എം. നേതാക്കൾ ഒന്നടങ്കം എത്തിയത്. 2008 മാർച്ച് 5-നാണ് വടക്കുംപാട് വെച്ച് ബി.ജെ.പി. പ്രവർത്തകനായ നിഖിലിനെ സി.പി.എമ്മുകാർ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകങ്ങളെ പരസ്യമായി തള്ളിപ്പറയുന്ന അതേ നേതാക്കളാണ് കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയുടെ ഗൃഹപ്രവേശനത്തിനെത്തിയത്. കണ്ണൂർ ജില്ലയിലെ സി.പി.എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ചടങ്ങിനെത്തിയിരുന്നു. സി.പി.എം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം പി. ജയരാജൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ദിവ്യ തുടങ്ങിയവരാണ് ഇതിലെ പ്രമുഖർ. മാത്രമല്ല, കൊലപാതക കേസ് പ്രതികളും പരിപാടിക്കെത്തിയിരുന്നു. അതിനിടെ കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ പരസ്യമായി പിന്തുണച്ച് പി. ജയരാജൻ രംഗത്തെത്തി. കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ട്. കോവിഡ് സമയത്ത് പോലും കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ലെന്നും അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണുള്ളതെന്നും പി. ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു. അതേസമയം കൊലക്കേസ് പ്രതികളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന സി.പി.എം. നേതാക്കളുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ജനം, കണ്ണൂർ.